ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി കേക്ക് കണ്ടാലോ? കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരു കേക്കാണ്. തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പം അതായത് സ്നാക്സ് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ റൈറ്റാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ശർക്കരയും 1 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കട്ടി കട്ടി പോലെ ഇല്ലാണ്ടിരിക്കുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ്, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ഹെൽത്തി ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്തത്. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതും നന്നായി മിക്സ് ചെയ്യണം, നമ്മളെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നല്ലൊന്ന് ഫോഴ്സിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റാഗി പൗഡറും അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. പിന്നെ ഒരു നുള്ള് ഉപ്പും, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത്, പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫ്ലേവർ എക്സ്ട്രാ ഇരിക്കുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചൊരു വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പതിയെ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ അധികം മിക്സ് ചെയ്താൽ ഇതിങ്ങനെ പതിഞ്ഞു പോകും. കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം വരുമ്പോൾ പതിഞ്ഞു പോകും. അപ്പം അതിൻ്റെ ഇടയ്ക്കൊന്ന് ഒരു ക്രഞ്ചിനെസ് ഉണ്ടായിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ ബദാം ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോൾഡ് പോലെ. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതെല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല, ടേബിൾ ബട്ടർ പേപ്പർ ഇല്ല. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിലും ആവശ്യമില്ല. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവും. അപ്പം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. കുമിളുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയായി കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേക്ക് ശരിയായ രീതിയിൽ കിട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് കുക്കറിലേക്ക്, എനിക്കിപ്പോൾ കുക്കറില്ല, അതുകൊണ്ട് പകരം ഞാൻ ഒരു ഇരുമ്പിൻ്റെ പാത്രം, ഞാൻ സാധാരണ വറവെല്ലാം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ മോൾഡ് എടുത്ത് വെക്കുകയാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 40 ടു 45 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതാ 40 ടു അതിൻ്റെ ഇടയ്ക്കുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ടാവും. അപ്പോൾ അവസാനം 40-45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കേക്ക് ഇതുപോലെ ഇരിക്കും. പാത്രം അടിയിൽ കരിയൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കൂടി കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് അത് തട്ടി മാറ്റിയതിന് ശേഷം ഇത്രയും മതി ഒറിജിനൽ കേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു കേക്കിൻ്റെ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് അതിന് മെൽറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട്, അതായത് ഒരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാകുമ്പോൾ മുകളിലൊരു പാത്രത്തിൽ നമ്മൾ കേക്ക് ചോക്ലേറ്റ്സ് വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് നന്നായി മെൽറ്റ് ചെയ്യുക. നല്ല കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഉരുക്കി കിട്ടിയ ആ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ആയാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു രൂപത്തിൽ തന്നെ കഴിക്കാം. ഇതുപോലെ ഈ ഒരു രൂപത്തിൽ തന്നെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് കുറയും. പക്ഷേ എനിക്ക് കോൾഡായിട്ടുള്ളത് കഴിക്കുന്നത് താല്പര്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ റാഗി കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ എക്സ്ട്രാ അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലായിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ബോക്സിന് എന്തെങ്കിലും ഐറ്റം തപ്പി നടക്കുകയാണെങ്കിൽ ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ റാഗി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.